എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നവരാത്രി സ്പെഷ്യലായിട്ട് മഖാന പായസമാണ് ഉണ്ടാക്കുന്നത്. മഖാന അല്ലെങ്കിൽ ഫോക്സ്നട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ലോട്ടസ് സീഡ് എന്നും പറയും. നമ്മുടെ താമര വിത്ത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മഖാന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ഒരുപാട് ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒക്കെ വളരെ നല്ലതാണ്. 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മുതൽ ഇത് കൊടുക്കാനായിട്ട് പറ്റും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് മഖാന പായസം ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മഖാനയാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മഖാന എന്ന് പറയുന്നത്. ലോട്ടസ് സീഡ്, താമര വിത്ത്, അതാണ്. ഫോക്സ്നട്ട് എന്നും പറയാറുണ്ട് ഇതിന്. അപ്പൊ ഇത് ഞാൻ 2 കപ്പ് മഖാന ഇവിടെ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഇരിക്കും ഇത്. അപ്പൊ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഖാന ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 കപ്പ് മഖാന എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോകരുത്. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് എടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് പൊടിഞ്ഞു കിട്ടും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ മഖാനയിൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിലെ കാൽഷ്യം, അയൺ, പ്രോട്ടീൻ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാൽഷ്യം ഒക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. അപ്പൊ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇത് ചൂട് മാറിയതിന് ശേഷം ഇതിൽ നിന്ന് 1 കപ്പ് നമുക്ക് പൊടിച്ച് എടുക്കണം പായസത്തിലേക്ക് ചേർക്കാനായിട്ട്. അപ്പൊ ഇതിനി ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാനായിട്ട്. ബാക്കി 1 കപ്പ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1 കപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 6 കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാഷ്യൂനട്ടും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഞാൻ മഖാന അളന്നിട്ടുള്ള ആ സെയിം കപ്പിൽ തന്നെയാണ് പാലും എടുക്കുന്നത്. 2 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോ ഫുൾ ക്രീമിന്റെ പാലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം മതി, കൂടുതലായിട്ട് വേണ്ട. അപ്പൊ ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഖാനയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാലൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഖാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിക്കാതെ 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ 1 കപ്പ് മഖാന നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിൽ പാലിൽ കിടന്നൊന്ന് തിളയ്ക്കണം. അപ്പൊ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരികയും ചെയ്യും. അപ്പൊ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് പാലിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇത് നല്ല ഫൈബർ റിച്ച് ആയതുകൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കൊരു മീഡിയം മധുരമാണ് പായസത്തിന് കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കണം. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഈ പാലിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ മഖാന മാത്രം പൊടിച്ചിട്ട് ചേർത്താൽ മതി. അങ്ങനെയും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കാഷ്യൂനട്ടും കൂടെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മിക്സും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പായസമാണ്. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു
ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആർത്രൈറ്റീസ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ മഖാന കഴിക്കുന്നത്. മഖാന വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷുകൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. വേറെ വെറൈറ്റി ഡിഷസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പൊ ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഇനി ഒന്ന് തിക്കാവും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുക്കാം, പിസ്ത ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പായസം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കണം. കുറച്ചും കൂടെ ഇനി ഇരുന്ന് ഒന്നുകൂടെ തിക്കാവുകയും ചെയ്യും. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പിസ്തയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ പിസ്ത ചേർക്കുന്നില്ല, ബദാം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയും ഒരു നുള്ളു സാഫ്രൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ചേർക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു സാഫ്രൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ലാസ്റ്റ് കാഷ്യൂ നട്ടൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് മാതിരി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ നട്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ക്രീമി ടെക്സ്ചറിലുള്ള മഖാന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ മഖാനയ്ക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. പാക്കറ്റിൽ കിട്ടാറുണ്ട്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പൊ കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് രൂപത്തിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് നമ്മൾ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. എല്ലാ ഏജിലുള്ള ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ മഖാന. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ നവരാത്രിക്ക് എല്ലാവരും മഖാന പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ ഇതിനു മുന്നേ ഞാൻ നവരാത്രി സ്പെഷ്യലായിട്ട് നെയ്പായസത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നെയ്പായസത്തിന്റെ അതേ ടേസ്റ്റിൽ തന്നെയുള്ള നെയ്പായസം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ മഖാന പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്